വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്ന് ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ഉച്ചയ്ക്ക് ചോറുന്നാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ചെമ്മീൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വാര വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള കറുപ്പൊക്കെ കളഞ്ഞിട്ട് വേണം വൃത്തിയാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും. ഇത്ര മാത്രമേ ഇതിൽ മസാല ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു ചൂടായി വരുന്ന ചട്ടിയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മസാല തേച്ച് വെച്ച ചെമ്മീനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് ചെറിയ തീയിൽ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ചെറിയ തീയിൽ തന്നെ വെക്കണം. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമുക്കിത് ഇതിലേക്കുള്ള മസാല കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പിടിയോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ മുരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്നൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളൊരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് മസാലക്കൂട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ ജാറിൽ തന്നെ ഒരു തക്കാളി ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മസാല ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. തീ കൂട്ടി വെക്കുമ്പോൾ മസാല കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറിയ തീയിൽ തന്നെ ഇട്ട് വാട്ടി വെക്കുന്നത്. അപ്പോൾ ഇതാ ഇതേ കളറായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തക്കാളി പേസ്റ്റാക്കി വെച്ചത് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടിയും ഒരു ഇച്ചിരി ഉപ്പ്, ഈ മസാലകൾക്കുള്ള ഉപ്പ് മതി കേട്ടോ. ചെമ്മീനിൽ ഉപ്പിട്ട കാരണം നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ മസാലകൾക്കുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഈ മസാലകളൊക്കെ ഈ ചെമ്മീനിലൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് മൂടി വെച്ചിട്ട്. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ അതൊന്ന് മസാല പിടിച്ച് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ റോസ്റ്റൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു ചെറിയ വല്യുള്ളി ചെറുതായി അരിഞ്ഞത് ഒന്നിട്ട് കൊടുക്കണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഇങ്ങനെ പച്ച ഉള്ളി ഇങ്ങനെ കടിക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ശരി, ബൈ.